ടർക്കിഷ് തർക്കം സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും അണിയറ പ്രവർത്തകരും ചേർന്ന് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് പിൻവലിക്കൽ കഥ എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ചിത്രത്തിൽ അഭിനയിച്ച അഭിനേതാക്കളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. നവാഗതനായ നവാസ് സുലൈമാൻ സംവിധാനം ചെയ്ത മതനിന്ദ ആരോപിച്ച് നിർമ്മാതാവിനും സംവിധായകനും അടക്കം ഭീഷണി ഉണ്ടായെന്ന് ആരോപിച്ചായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചത്. ബുധനാഴ്ച കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇക്കാര്യം അറിയിച്ചത്. സണ്ണി വെയിൽ, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ ചിത്രമായിരുന്നു ഇത്. ഒരു കബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കം പ്രമേയമാക്കിയായിരുന്നു ചിത്രം ഒരുങ്ങിയിരുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ അഭിനയിച്ച സണ്ണി വെയിനും നായിക ആമിനയും പറയുന്നത് അഭിനയിച്ച അഭിനേതാക്കൾ എന്ന നിലയ്ക്ക് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ലെന്നാണ്. ചിത്രം പിൻവലിച്ച വിവരം എല്ലാവരെയും പോലെയാണ് ഞങ്ങളും അറിഞ്ഞതെന്നും പറയുന്നു. സണ്ണി വെയിൻ ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അറിയിച്ചത്. പോസ്റ്റ് ഇങ്ങനെയാണ്: ചെറിയ വേഷത്തിലാണെങ്കിലും ഞാനും കൂടെ ഭാഗമായ ടർക്കിഷ് തർക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഭീഷണിയും എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുന്നു. സിനിമ പിൻവലിക്കുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിർമ്മാതാവിനോട് തിരക്കിയപ്പോൾ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല, പിൻവലിച്ച വിവരം ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുമാണ്. എന്തുകൊണ്ടായാലും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. ഇത് മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നും മറിച്ച് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുമാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇതിന്റെ മേലുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും മലയാള സിനിമ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ നിന്ന് ചിത്രം പിൻവലിച്ച സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാമും രംഗത്തെത്തിയിരുന്നു. തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഇതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദാ വിവാദവും ഭീഷണി ആരോപണവും താൽക്കാലികമായ പിൻവലിക്കലുമെല്ലാം എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കച്ചവട താല്പര്യങ്ങൾക്കായി സിനിമാക്കാർ ഇസ്ലാമോഫോബിയ ഒരു സാധ്യതയായി കാണുന്നത് ഈ നാടിന് താങ്ങാനാവില്ല എന്നുമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. ചിത്രത്തിലെ അഭിനേതാക്കൾ തന്നെ പിൻവലിക്കൽ നടപടിയെ പറ്റി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ നടപടി സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്.